നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ പൂജാവധി കഴിഞ്ഞിട്ട് ഞാൻ ചാനലിലേക്ക് വരുന്നത് ഇന്നാണ് കേട്ടോ. എനിക്ക് ഇത്തിരി ബന്ധപ്പാടുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസം പാചകമാണ്. ഞാനിതൊരു പാചക റെസിപ്പിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം എൻ്റെ ഭവനത്തിൽ ചായക്ക് ഉണ്ടാക്കിയ പലഹാരമാണ് ഞാൻ ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്നത്. എല്ലാവരും വരും. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ പലഹാരം നിങ്ങളങ്ങനെ തിന്നിട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം ഇതെൻ്റെ ഒരു സ്വന്തം സൃഷ്ടിയാണ്. അതുകൊണ്ട് അത്ര പോപ്പുലറൊന്നുമല്ല, എന്നാലും കൊള്ളാം. ഞാൻ പറയട്ടെ ഇതിലേക്ക് ആവശ്യമുള്ള റെസിപ്പി. ഈ പലഹാരത്തിൻ്റെ പേര് കപ്പളങ്ങ വട. എൻ്റെ വീട്ടിൽ വലിയൊരു കപ്പളങ്ങ മരം ധാരാളം കായുണ്ടായി നിൽക്കുന്നുണ്ട്. പറിക്കാൻ ഒരു നിവർത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു കെട്ടിടപ്പണി നടക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ തട്ടടിക്കാൻ കയറിയ നമ്മുടെ ഭായിമാർ ഇത് കണ്ടപ്പോൾ ഈ വീട്ടുകാർക്ക് ഇത് പറിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഉപയോഗിക്കാത്തതെന്ന് തന്നെ തോന്നി. അവരതെല്ലാം പറിച്ച് ഇവിടെ ഒരു കൊട്ടയിലാക്കി, വലിയൊരു കൊട്ടയിലാക്കിയിട്ട് ഒരു 10-20 കപ്പളങ്ങ നമ്മൾ അടക്കളപ്പടിക്ക് കൊണ്ടുവച്ചു, അടക്കള ഉമ്മർത്ത് കൊണ്ടുവച്ചു. വാസ്തവമായിരുന്നു, പറിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഉപയോഗിക്കായിരുന്നു. പക്ഷേ ഈ 10-20 ഒരുമിച്ച് കിട്ടിയപ്പോൾ പഴുക്കാറായോ പഴുത്തത് അതൊക്കെ മാറ്റി വെച്ചു. പിന്നെ പലതും പലതരത്തിലല്ലേ കിട്ടിയത്, എല്ലാവരും കിട്ടിയത്. കുറച്ച് പേരൊക്കെ ഞാൻ അതിലെ പോണവർക്കൊക്കെ വിളിച്ച് കൊടുത്തെടുത്തുകൊണ്ട് തോരൻ വയ്ക്കും എന്നൊക്കെ പറഞ്ഞ്. പിന്നെയും ബാക്കിയുണ്ടാകും 5-6 അങ്ങനെ വന്നപ്പോൾ ഇന്ന് ഒരു പലഹാരം കപ്പളങ്ങ കൊണ്ടങ്ങടെ ഉണ്ടാക്കാമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത് ഇത്, അതും പറഞ്ഞേക്കാം. കപ്പളങ്ങ ഒരെണ്ണെടുത്തു, തൊണ്ടങ്ങോട്ട് ചെത്തി കഴുകി. നമ്മൾ ഇതൊക്കെ അരിയണില്ലേ, ക്യാരറ്റൊക്കെ ഇങ്ങനെ ചീവി എടുക്കണില്ലേ, അതിൽ ആ പലക അങ്ങോട്ട് എടുത്ത് പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ചീവി എടുത്തു. എന്നിട്ട് മൈക്രോവേവിൽ ഒരു 2 മിനിറ്റ് വെച്ചു. അതിനകത്ത് ഇത്തിരി ഉപ്പ് ഇട്ടു, ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് അച്ചാർ പൊടി ഇട്ടു, ഒന്നങ്ങോട്ട് ഇളക്കി മറിച്ചു. എന്നിട്ട് അതിലേക്കാണ് വെച്ചു, ആവി ഇട്ടു. ആ സമയം കൊണ്ട് മറ്റൊരു ബേസണിൽ ഒരു 3 സ്പൂൺ അരിപ്പൊടി, 3 സ്പൂൺ മൈദ, 3 സ്പൂൺ റവ, ഇത് മുഴുവൻ അങ്ങോട്ട് മിക്സ് ചെയ്തു. അല്പം ഉപ്പിട്ടു, അതിന് വേണ്ട ഉപ്പിട്ടു. എന്നിട്ട് അതിലേക്ക് അല്പം കായപ്പൊടി, മസ്റ്റാണ് ഈ വടയ്ക്കുന്ന എൻ്റെ ഒരു തോന്നൽ, കായപ്പൊടി. പിന്നീട് ദോശപ്പൊടി, ആ ഉഴുന്ന് പരിപ്പിൻ്റെ ഒരു ചെറിയ സ്വാദ് ഇതിന് നല്ലതാണ്. ഉഴുന്ന് പരിപ്പ് കൊണ്ട് ദോശപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ മുളകും കുറച്ച് ദോശപ്പൊടി കായമൊക്കെ ആണല്ലോ, അതും ഒരു സ്പൂൺ അങ്ങോട്ട് എടുത്തിട്ടു. ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ടു. പച്ചമുളക് ഒരു 3 പൊടിയായിട്ട് അരിഞ്ഞിട്ടു. കറിവേപ്പിൻ്റെ ഇല ഒരു 4 അതങ്ങൾ ഊർത്തിയെടുത്തു. എന്നിട്ട് പിച്ചാത്തിക്ക് അങ്ങോട്ട് പൊടിയായിട്ട് അതും അരിഞ്ഞിട്ടു. പിന്നീട് ഉണക്കമുന്തിരി ഇരിക്കേണ്ടായിരുന്നു, ഒരു പിടുത്തം അതും വാരിയിട്ടു. പിന്നങ്ങനെ നോക്കിയപ്പോൾ തേങ്ങാപ്പൂളി ഇരിക്കണം. തേങ്ങാപ്പൂൾ നല്ലതാട്ടോ, ഈ വടക്കകത്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആ തേങ്ങാപ്പൂൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനൊക്കെ അരിഞ്ഞെടുക്കില്ലേ, എന്ന പോലെ അങ്ങോട്ട് കീ പൊട്ടിയായിട്ട് അതും അരിഞ്ഞിട്ടു. കുരുമുളക് ഉണങ്ങി ഇതൊരു ചെപ്പിലിരിക്കണ്ടേ, 8-10 കുരുമുളകും അതിൻ്റെ ഉള്ളിലിട്ടു. മുഴുവനാട്ടെ ഇട്ടേ. ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ ഈ കപ്പങ്ങ മൈക്രോവേവിൽ വെച്ച് ഇട്ടിട്ട് എടുത്തു വച്ചേക്കണം ബേസിനിലേക്ക്. അതങ്ങനെ തന്നെ ഇതിലേക്ക് അങ്ങോട്ട് കൂട്ടി എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് രപ്പിട്ടി അങ്ങോട്ട് പിടിച്ചു. നല്ല അസലായിട്ട് അങ്ങോട്ട് കുഴച്ച് ഒരു 10 മിനിറ്റ് അങ്ങനെ പൊത്തി വെച്ച് എല്ലാം കൂടി കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ചപ്പാത്തിയുടെ ഒക്കെ മാവിൻ്റെ പാകത്തിനായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിക്കേണ്ടി വന്നു കേട്ടോ. വെള്ളം ഞാൻ ഇങ്ങനെ പിടിച്ചാൽ ഒഴിച്ചേ, കാരണം ഈ കപ്പങ്ങയിലുണ്ടല്ലോ വെള്ളം, അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് കുറച്ച് വെള്ളമൊന്നും ഒഴിക്കേണ്ടി വന്നു. ചേർത്ത് ഉണ്ടാക്കിയിട്ട് കുറച്ച് ലൂസ്, ചപ്പാത്തിയേക്കാൾ കുറച്ച് ലൂസായിട്ടുള്ള മാവായിട്ട് അവിടെ അങ്ങനെ അങ്ങോട്ട് വെച്ചു. ഒരു
ഇത് എടുത്തു. എന്ത് നമ്മുടെ തവ. തവ എന്ന് പറഞ്ഞാൽ എണ്ണ പിടിക്കാത്ത ഇതിൻ്റെ പിടിക്കാത്ത തവ. അയ്യോ എൻ്റെ പേര് ഞാൻ ഓർക്കണില്ല അങ്ങാതി. ആ ചീഞ്ചട്ടി അങ്ങോട്ട് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ അങ്ങോട്ട് മൂത്ത് വന്നപ്പോൾ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഓരോ ഉരുളകൾ, 5 ഉരുള ഒരുമിച്ച് വന്നു ഇടാം. അത്രയ്ക്ക് എണ്ണ ഒഴിച്ചുള്ളൂ, അധികം എണ്ണയൊന്നും വേണ്ട. പരത്തി പരത്തി. നാട്ടിക്ക് തുളയൊന്നും ഇട്ടില്ല, ഇത് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. തുളയൊന്നും ഇട്ടില്ല, പതുക്കൻ എണ്ണയിലേക്ക് കണ്ടിട്ടു. 5 എണ്ണം ഇട്ടപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഇങ്ങനെ മുങ്ങിക്കിടക്കുക. അങ്ങനെ നോക്കി നിന്നു. കുറേശ്ശെ തീ ഒരു കൂട്ടിയും വെച്ചില്ല, ഏറ്റവും കുറച്ചും വെച്ചില്ല, ഇടയ്ക്ക് മീഡിയം ലെവലിൽ വെച്ചു. ഒരു വശം മുരിഞ്ഞപ്പോൾ മറ്റേ വശം മറിച്ചിട്ടു, കൊടിലിട്ട് പിടിച്ച് മറിച്ചിട്ട് വെച്ചു. മറ്റേ വശം കൂടെ മൂത്തപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ആദ്യം തന്നെ ഞാൻ ഗ്യാസ് സ്ലോ ആക്കിയിട്ട് ഒരു വട ഊരി ഞാനങ്ങ് തിന്നു. കാരണം ഇതെന്താ സംഭവം എന്നറിയില്ലല്ലോ. മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ, കുട്ടികൾക്ക് കൊടുക്കാളല്ലേ, പിന്നെ നിങ്ങൾക്ക് തരണ്ടേ. അങ്ങനെ നോക്കിയപ്പോൾ വലിയ തിരക്കടൊന്നുമില്ല. സൂപ്പർ വടയാ. നമ്മളിതുവരെ ഉണ്ടാക്കാതിരുന്നതും മണ്ടത്തരായിപ്പോയി. അടുത്ത മാവെടുത്തു ഉരുട്ടി 5 എണ്ണം കൊണ്ടുണ്ടാക്കി. 10 എണ്ണമായി. ഒരെണ്ണം ഞാൻ പോട്ടെ, 50 എണ്ണമുള്ളൂ. പിന്നെ ഉണ്ടാക്കി. അങ്ങനെ ഒരു 20 വട ഞാൻ ഉണ്ടാക്കി. അത്രയ്ക്കുള്ള മാവേ ഉണ്ടാക്കി. വടയെല്ലാം എടുത്ത് ഞാൻ സെറ്റ് ചെയ്ത് പ്ലേറ്റിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങോട്ട് പോന്നു. പിന്നെ എടുത്ത് കാസറോളിലേക്കും വെച്ചു. കുട്ടികൾക്കൊക്കെ കാസറോളിലേക്കും വെച്ചു. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ റെസിപ്പി? അരിപ്പൊടി ആവശ്യത്തിന്, നമ്മുടെ കപ്പങ്ങയുടെ എല്ലാ പൊടികളും കൂടി വരുമ്പോൾ നമ്മൾ ചീവി വെച്ച് മൈക്രോവേവിൽ വെച്ചിട്ടുള്ള കപ്പങ്ങയുടെ കൂടെ ചേരുമ്പോൾ പാകത്തിന് വെള്ളം ആകത്തക്ക വിധത്തിൽ ഈ പൊടി വരാവൂ. അതാണ് ഇതിൻ്റെ ഒരു ക്ലൂ എന്ന് എനിക്ക് തോന്നി. അതിൽ 1/3 അരിപ്പൊടി, 1/3 മൈദപ്പൊടി, 1/3 റവ, അതിനാവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ക്യാരറ്റ്. ഞാൻ ഇത്തിരി ക്യാരറ്റും ചീവിയിട്ടു എന്നുള്ളൂ. ഇടണമെങ്കിൽ ഇടാം, ബീറ്റ്റൂട്ട് വേണമെങ്കിൽ അതിടാം, എന്ത് പച്ചക്കറി ഇടാമെന്ന് എനിക്ക് തോന്നണം. എന്തായാലും ഇത്തിരി ക്യാരറ്റ് ഇട്ടു. പിന്നെ 5-6 ഉണക്ക മുന്തിരിങ്ങ ഇട്ടു. കായപ്പൊടി കുറച്ച് ഇട്ടു. കായപ്പൊടി 1 സ്പൂൺ ദോശപ്പൊടി ഇട്ടു. ദോശപ്പൊടിയിൽ മുളകും ഉണ്ട്, കൊല്ലമുളകും ഉണ്ട്, ഉഴുന്ന് പരിപ്പ് പുറത്ത് പൊടിച്ചതും ഉണ്ട്, കായമുണ്ട്, അതിൻ്റേതായ ഉപ്പുണ്ട്. എല്ലാം കൂടെ ചേർത്ത് മൊത്തം കുഴച്ചു. സോറി കേട്ടോ, സബോള അരിഞ്ഞിട്ടു. ഇഞ്ചിയും പച്ചമുളകും കാര്യത്തിൻ്റെ കൂടെ സബോള എണ്ണം പൊടിയായിട്ട്. ചെറിയ ഉള്ളി ഉണ്ടായിരുന്നു, അതൊന്നും ഒരുക്കിയെടുക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. ഞാനൊരു പകുതി സബോള പൊടിയായിട്ട് അങ്ങനെ ഇങ്ങനെ 3 കീറൽ, ഇങ്ങനെ 4 കീറൽ ഇവിടെ അരിഞ്ഞു. പൊടിയായിട്ട് അങ്ങോട്ട് അരിഞ്ഞു. എന്നിട്ട് അതുകൂടെ ചേർത്ത് അങ്ങോട്ട് കുഴച്ച് ഉരുട്ടി പരത്തി എണ്ണയിലേക്ക് അങ്ങോട്ട് എടുത്ത് വറുത്ത് കോരി. ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയണത് അതിൽ ഉൾപ്പെട്ടിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കാത്തത് ഈ കപ്പങ്ങ ചീവിത. അത് മൈക്രോവേവിൽ 2 മിനിറ്റ് വെച്ചുകൊണ്ട് അത് ചീവിയ കാരണം അതിനുള്ള വേവ് അതിനായിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വേവൊന്നും വേണ്ട. അതുകൊണ്ട് ഇത് വളരെ എളുപ്പമുള്ളൊരു വടയാണ്. കപ്പങ്ങ അങ്ങോട്ട് എടുത്തു, ചീവി, ഉപ്പും മുളകുപൊടി മഞ്ഞപ്പൊടി ഇട്ട് മൈക്രോവേവിലേക്ക് വെച്ചു. മറ്റു പൊടികളൊക്കെ എടുത്ത് ഒന്നങ്ങോട്ട് കുഴയ്ക്കാൻ തുടങ്ങി. ഇതിലേക്ക് കൂട്ടി കുഴച്ചു. 4 ഇടി ഇടിച്ചു, കുഴച്ചു. 10 മിനിറ്റ് സെറ്റാവാൻ വെച്ചു. പാത്രം കഴുകിയെടുത്തു, എണ്ണ ഒഴിച്ചു, എടുപ്പത്തേക്ക് ഉരുളയും കൊണ്ട് ഉരുട്ടി കിടക്കണം. തങ്ങോട്ട് മുരിഞ്ഞു വന്നു. നമ്മൾ വറുത്ത് കോരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 10 വട ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 20 എണ്ണം ഉണ്ടാക്കി. 10 എണ്ണം നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുക. അതേ കാണിച്ചു തരാം, നോക്കൂ. കാണാനില്ലേ 10 വട. നടുക്ക് ഞാനൊരു തക്കാളി അവിടെ ഇരിക്കണുണ്ട്. അപ്പോൾ അതിൻ്റെ ആ മൂക്ക് മാത്രം അങ്ങോട്ട് ചെത്തി കമത്തി വെച്ചു. അപ്പോൾ ആദ്യം കമത്തി വെച്ചപ്പോൾ ഇത്രയ്ക്ക് പക്കം വേണ്ട, ഇത് ഉരുണ്ട് പൊളിഞ്ഞു വീണാലോ എന്ന് തോന്നി. അപ്പോൾ അതിൻ്റെ ഒരു റൗണ്ട് അങ്ങോട്ട് മാറ്റിയെടുത്തപ്പോൾ എനിക്ക് തോന്നി ഇതിപ്പോൾ കളയാൻ പറ്റുമോ. വേഗം അതിൻ്റെ തൊലി മാത്രം അങ്ങോട്ട് ചെത്തി ആദ്യം വെച്ച ആ ഡോമ്പിൻ്റെ അടിയിലായിട്ട് അതൊന്നും അങ്ങോട്ട് പിണച്ച് വെച്ചു.
അപ്പം അതിൻ്റെ ആ മുഖം മാത്രം ഞാൻ നോക്കിയപ്പോൾ ഒരു മുയൽ കുഞ്ഞിൻ്റെ മുഖം പോലെയുണ്ട്. ഇരിക്കട്ടെ, 2 കണ്ണുണ്ടൊരു വായുണ്ട്. അതിനെ കയറ്റി അവിടെ വെച്ചു. ഇതാണ് ചുറ്റും 10 വടകളുണ്ട്. നോക്കൂ, ഇന്നത്തെ എൻ്റെ പാചക വിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കപ്പളങ്ങ വട. കപ്പളങ്ങ വട. എൻ്റെ ഒരു തോന്നൽ ഇത് നിങ്ങളാരും തിന്നിട്ടുണ്ടാവില്ല, ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എനിക്ക് പല ഉണ്ടായിപ്പൊക്കെ തോന്നണ പോലെ നിങ്ങൾക്കൊക്കെ തോന്നി തുടങ്ങിയോ? എന്നാൽ നല്ല കാര്യം, സന്തോഷം എനിക്ക്. കാരണം ഒരു പാചകമല്ലേ, ഒരു ഭക്ഷണമല്ലേ, ഒരു വെറൈറ്റി കഴിക്കട്ടേനേ നമ്മുടെ ചുറ്റിപ്പറ്റിയുള്ളവരൊക്കെ. എന്തായിരുന്നു ചിലപ്പോൾ നമ്മുടെ കുട്ടികളോട് മറ്റാരെങ്കിലും ചോദിച്ചാൽ എന്തായിരുന്നു വൈകുന്നേരം ചായക്ക് പലഹാരം? ചായക്ക് പലഹാരം അമ്മമ്മ കപ്പളങ്ങ അവിടെ ഉണ്ടാക്കി. എൻ്റെ അമ്മ അങ്ങനെ പറയും, കപ്പളങ്ങ അവിടെയോ? ആ, അമ്മമ്മ കപ്പളങ്ങ അവിടെയൊക്കെ ഉണ്ടാക്കും. ഇതാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്, ഇതാണ് നമുക്ക് കിട്ടുന്ന അവാർഡ്, അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കൂ. ഇതുവരെ പറഞ്ഞതൊക്കെ കളി. ഇപ്പം ഞാൻ പറയുന്നത് കാര്യം, കപ്പളങ്ങ ഇല്ലാത്ത നാട്ടിൻപുറത്ത് വീടുകളുണ്ടാവില്ല. ചിലപ്പോൾ പഴുത്ത് തിന്നും, ചിലപ്പോൾ പഴുത്ത് കളയും, ചിലപ്പോൾ തോരൻ വയ്ക്കും, അത് കഴിഞ്ഞാൽ വല്ല കൂട്ടാനൊക്കെ വയ്ക്കും. ഒരു 12 തരത്തിലുള്ള കൂട്ടാൻ കപ്പളങ്ങ കൊണ്ട് വയ്ക്കാൻ എനിക്കറിയാം. ഈ വട ഞാൻ ഉണ്ടാക്കുന്നത് ആദ്യമാണ് കേട്ടോ, എനിക്കറിയില്ലായിരുന്നു, അതൊരു പുതിയ അറിവാണെന്ന്. അപ്പോൾ ഇന്നത്തെ പാചകം കപ്പളങ്ങ വട. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. അപ്പോൾ എല്ലാവരും പറയണം, നിങ്ങളാദ്യം ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ പറയൂ. എല്ലാവരും ഉണ്ടാക്കി കഴിക്കൂ. ഇതൊരു പുതിയ വിഭവം തന്നെ. എല്ലാവർക്കും